ഈ പ്രഭാതവേളയിൽ ഞങ്ങളെ കാണുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനങ്ങളെ അറിയിക്കുന്നു. റോമാ ലേഖനം 5-ാം അധ്യായം 19-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഏക മനുഷ്യൻ്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകൻ്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാർ ആയിത്തീരും. ഇന്ന് പകൽക്കാലം ഞങ്ങളെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ആദിമ മനുഷ്യൻ്റെ അനുസരണക്കേടിനാൽ ഈ ഭൂമിയിലെ മനുഷ്യ വംശാവലി മുഴുവൻ പാപത്തിന് അധീരരായി തീർന്നു എങ്കിൽ കാൽവറി കൊലക്കളത്തിൽ എനിക്ക് നിനക്ക് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു എന്ന പാപമില്ലാത്ത ദൈവപുത്രൻ ഈ ഭൂമിയിൽ വന്ന മനുഷ്യന്റെ പാപത്തെ ചുമന്നുകൊണ്ട് ആ കാൽവറിയുടെ കൊലക്കളത്തിൽ അവസാന തുള്ളി രക്തം വരെയും നമുക്ക് വേണ്ടി ചിന്തി. യേശു കർത്താവ് പാപം ചെയ്തിട്ടല്ല ക്രൂശുമരണം വഹിച്ചത്. നമ്മളുടെ പാപത്തിനു വേണ്ടി ആദിമ മനുഷ്യർ പാപം ചെയ്തത് നിമിത്തം മനുഷ്യരിൽ നിന്നുള്ള പാപത്തിൻ്റെ വലയെ പൊട്ടിച്ചുകൊണ്ട് ക്രൂശിൽ കർത്താവ് നമുക്ക് സ്വാതന്ത്ര്യം നൽകി തന്നു. അതുകൊണ്ടാണ് ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് അതിൻ്റെ 2-ാം അധ്യായത്തിൽ 6 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് ലേഖനം എഴുതിയ 2-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യത്തിൽ അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അത് എനിക്കും നിനക്കും വേണ്ടി മരണത്തോളം എന്ന് മാത്രമല്ല, ക്രൂശിലെ മരണത്തോളം, അങ്ങേയറ്റം നീചമായ, അങ്ങേയറ്റം ലോകക്കാരാൽ ത്യജിക്കപ്പെട്ട മരണത്തിന് കാരണഭൂതനായി യേശു ക്രിസ്തു ഈ ലോകത്തിൽ ജീവൻ വെടിഞ്ഞത് എന്നെയും നിന്നെയും സ്നേഹിക്കുവാൻ വേണ്ടിയാ, എനിക്ക് നിനക്കും വേണ്ടി നിത്യജീവൻ നൽകുവാൻ വേണ്ടിയാ. ഈ പ്രഭാതവേളയിൽ ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ ഇന്ന് പകൽക്കാലം ആ സത്യം തിരിച്ചറിയുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. നമ്മളുടെ രക്ഷ യേശു ക്രിസ്തു മുഖാന്തരമാണ്. ഇന്ന് പകൽക്കാലം ആ രക്ഷയെങ്കിലേക്ക്, ആ സന്തോഷത്തിങ്കിലേക്ക് ഞങ്ങളെല്ലാവരെയും ആഹ്വാനം ചെയ്യുന്നു. നീ രക്ഷിക്കപ്പെട്ട് കൃപയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം ഒരു പക്ഷേ. നിന്റെ ജീവിതത്തിൽ ഒരിക്കൽ കൂടി യേശു ക്രിസ്തു നിന്റെ ജീവിതത്തിൽ എത്രമാത്രം, നിന്റെ ഹൃദയത്തിൽ നീ എത്രമാത്രം സ്ഥാനം കൊടുത്തു എന്ന് ചിന്തിക്കുവാൻ ഈ പകൽക്കാലം ഇടവരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം ദൈവം എല്ലാ അനുഗ്രഹങ്ങളാലും നിങ്ങളെ നിറയ്ക്കട്ടെ. മേ ഗോഡ് ബ്ലസ് യു ഓൾ.